അവർ ടി വി 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ റമദാൻ ഫസ്റ്റ് മാർച്ച് 1 മുതൽ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ആദ്യമായി തന്നെ അവർ ടി വി 24/7 റമദാൻ കരീം. വാർത്തകളിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാനുള്ളത് ഫ്രീ ഇഫ്താർ മീൽസ് അറ്റ് 135 സൈറ്റ്സ് ഇൻ ഷാർജ എന്നാണ്. അപ്പോൾ 135 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ച് ഇഫ്താർ മീൽസ് ഷാർജയുടെ പല ഭാഗത്തും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 135 ലൊക്കേഷനിലാണ് ഇത്തവണ ഷാർജയിൽ നിന്ന് ഈ ഇഫ്താർ മീൽ ലഭിക്കുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും ഈ ഒരു സൗകര്യം ഷാർജ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് വിനിയോഗിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട റമദാനുമായി സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് സ്മോക്കിംഗ് ഇലക്ട്രോണിക് സിഗരറ്റ് ഇൻവാലിഡേറ്റ്സ് ഫാസ്റ്റിംഗ്. ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു ഫത്വയാണ്. പലപ്പോഴും നമ്മൾ സിഗരറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേപ്പിംഗ് സിഗരറ്റ് ഇപ്പോൾ വ്യാപകമായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേപ്പിംഗ് സിഗരറ്റിന് നിക്കോട്ടിൻ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വേപ്പിംഗ് സിഗരറ്റ്സുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വേപ്പിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലൂടെ ഉപയോഗിക്കുന്ന സിഗരറ്റ് റമദാന് അനുവദനീയമല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാസ്റ്റിങ് ഇൻവാലിഡായി പോവും. റമദാന് ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ വ്രതാനുഷ്ഠാനത്തിന് എതിരാണ്. അതുകൊണ്ട് കഴിവതും അത്തരം സിഗരറ്റ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, റമദാന് ഉപയോഗിക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്കൂട്ടർ ബൈസിക്കിൾ ആക്സിഡൻറ്റ്സ് കിൽഡ് 10. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കാരണം നമ്മളിപ്പോൾ സ്ട്രീറ്റുകളിലെല്ലാം തന്നെ സ്കൂട്ടർ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കാണാം. പ്രത്യേകിച്ചും ഫുട്പാത്തിലൂടെയും റോഡിലൂടെയും ഒക്കെ തന്നെ നമ്മൾ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് കാണാം. അത് പലപ്പോഴും അനുവദനീയമായ ഒരു കാര്യവുമായിട്ടാണ് നമുക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ സ്കൂട്ടർ ഉപയോഗിക്കുന്ന പലരും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാറില്ല എന്ന് നമുക്കും തോന്നിയിട്ടുണ്ട്. റോഡുകളിലൂടെ പോകുമ്പോൾ പീറിപ്പാഞ്ഞ് വരുന്ന വണ്ടികൾക്കിടയിലൂടെയൊക്കെ എല്ലാം തന്നെ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ദയവ് ചെയ്ത് നിങ്ങൾ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും മുൻഗണന കൊടുത്തുകൊണ്ട് വളരെ സെക്യൂറായിട്ട് സ്കൂട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മരണസംഖ്യ കൂടുന്നതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്താ അവലോകനം എന്നത് ഷാർജ റെൻറ്റ് സ്റ്റിൽ അഫോർഡബിൾ ഡെസ്പൈറ്റ് 15 to 25% ഹൈക്ക് ഇൻ 2024 എന്നാണ്. ഇപ്പോഴും ഷാർജ മറ്റു എമിറേറ്റ്സുകളെ അപേക്ഷിച്ച് റെൻറ്റ് വളരെ അഫോർഡബിളാണ്. എന്തു തന്നെയായാലും ഷാർജ ഒരു ഫാമിലിക്ക് എല്ലാം താമസിക്കാൻ അനുയോജ്യമായ എമിറേറ്റ്സ് തന്നെയാണ്. ഷാർജ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് റെൻറ്റ് അഫോർഡബിളാണ് എന്ന ഒരു വാർത്ത ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങൾ എല്ലാ എപ്പിസോഡുകളിലും നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മോർ പീപ്പിൾ ഫോളിങ് വിക്ടിം ടു ഫേക്ക് വെബ്സൈറ്റ് സ്കാം ഇൻ ഷാർജ. ഇത് ഷാർജയിലാണ് ഇന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നതെങ്കിലും ഇതിൽ മൊത്തത്തിൽ നമ്മുടെ ആഗോളതലത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു അപകടകരമായൊരവസ്ഥയാണ് സ്കാം എന്ന് പറയുന്നത്. എങ്കിലും എല്ലാ UAE ഗവൺമെൻറ് ജാഗ്രതാ നിർദ്ദേശം വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ഫ്രീക്വൻ്റായിട്ട് തന്നെ കസ്റ്റമേഴ്സ് പല വാർത്താമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഗവൺമെൻറ്റും അതിന് അനുബന്ധമായ അതോറിറ്റീസുകളും സ്കാമിനെ കുറിച്ചിട്ടുള്ളൊരു ക്യാമ്പയിൻ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാർജയും വീണ്ടും ഒരു സ്കാം വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആളുകൾ ട്രസ്റ്റഡ് വെബ്സൈറ്റ് അതുപോലെ തന്നെ ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ പലപ്പോഴും ഈവൻ ബാങ്കുകളുടെ വെബ്സൈറ്റ് പോലും ഹാക്ക് ചെയ്ത് ഒരു ഫേക്ക് വെബ്സൈറ്റ് വരികയും ഒരുപക്ഷെ നമ്മുടെ പേയ്മെൻറ്റുകളൊക്കെ തന്നെ അത്തരം ഫേക്ക് വെബ്സൈറ്റിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു വലിയ ലോസ് ഉണ്ടാകും. അതിലുപരി മറ്റു നിയമ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഫേക്ക് അല്ല എന്ന്
ഉപഭോക്താക്കൾ ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സസ്, വെരിഫൈ സോഴ്സസ്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഗേറ്റ് വേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലോഗോസ് ഉണ്ട്, അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉപഭോക്താക്കൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാരണം സ്കാമിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളായിരിക്കാം. അതിലുപരി നമുക്ക് പിന്നെ അതിനും സംബന്ധിക്കുന്നതായ നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്നതായ മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ സ്കാമിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ഒരു പ്രധാനപ്പെട്ട വാർത്താ അവലോകനം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം ഇൻ്റർനാഷണൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു കേസാണ്. വീണ്ടും ഡൽഹി കേസ് പോലെ തന്നെ പൂന ബസ് റേപ്പ്. ബസ്സിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസ് ഇന്ന് വളരെയധികം ഇൻ്റർനാഷണൽ അറ്റൻഷൻ എടുത്തിരിക്കുകയാണ്. കാരണം ഇത് സംബന്ധിക്കുന്നതായ മറ്റൊരു കേസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ആത്മാവിന് ഏറ്റവും കൂടുതൽ മുറിവേറ്റ ഒരു സംഭവമാണ് ഡൽഹിയിലെ ബസ് റേപ്പ് കേസ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളെയും വളരെ അതിവേഗ കോടതി ശിക്ഷാവിധി വിധിക്കുകയും അവരെ തൂക്കിലേറ്റുകയും ചെയ്തുവെങ്കിലും വീണ്ടും അത്തരമൊരു കേസുകൾ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. അതിലുപരി നമ്മുടെ നടുക്കിയ അരുംകൊല, വെഞ്ഞാറമൂട്ട് നടന്ന അരുംകൊല, ഇത്തരത്തിലുള്ള അതുപോലുള്ള ഒരുപാട് സാമൂഹിക സങ്കീർണമായ ക്രിമിനൽ ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാസികളായ ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പലപ്പോഴും ആ പാരൻസൊക്കെ ഇവിടെ നിൽക്കുകയും കുട്ടികൾ അവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അവർ അന്യമായിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികളായ കുടുംബാംഗങ്ങളോട് നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് വളരെയധികം പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ അജ്ഞരായ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതർ വന്ന് പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുകയും അവർ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയും ആ അപരിചിതർ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയും അതൊരു വലിയൊരു അപകടത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ നടന്ന പൂനെയിലെ റേപ്പ് എന്ന് പറയുന്നത്. ആ കുട്ടി ഒരു ബസ് കാത്ത് 5:45 ഏർലി മോർണിംഗിന് ബസ് കാത്ത് നിന്നൊരു കുട്ടിയെടുത്ത് ഒരു അപരിചിതൻ ചെന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് പോകാനുള്ള ബസ് അടുത്ത സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് രാവിലെ നല്ല മാന്യനായ അയാളും ഒരു യാത്രക്കാരൻ എന്ന് കരുതി ആ കുട്ടി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. ആ അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോൾ ആ ബസ്സിനകത്ത് ലേറ്റ് പോലും ഇല്ലാത്ത ഒരു അനാഥമായ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു ബസ്സിലേക്കാണ് അദ്ദേഹം ഈ കുട്ടിയെ നയിക്കുന്നത്. വീണ്ടും ആ കുട്ടിയെ പറഞ്ഞ് അദ്ദേഹം പ്രലോഭിച്ച് ഇത് തന്നെയാണ് ബസ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ വളരെയധികം തന്ത്രപൂർവ്വം ആ ബസ്സിലേക്ക് കയറ്റുകയും ആ ബസ്സിനുള്ളിൽ വെച്ച് ആ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ സത്യത്തിൽ അവരെല്ലാം സത്യസന്ധരാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും സമൂഹത്തിൽ നടക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മനസ്സിലാക്കുവാനോ അവരെ തിരിച്ചറിയാനോ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഒരു അവബോധം പാരൻസുകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കുട്ടികൾ അപരിചിതരായ ആളുകളുമായി ഇടപഴകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അതുപോലെ തന്നെ മറ്റു അപരിചിതരായ ആളുകൾ വന്ന് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ കുട്ടികൾ ആൺ സുഹൃത്ത്, പെൺസുഹൃത്ത്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇപ്പോഴൊരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, എല്ലാ പ്രണയബന്ധങ്ങളുടെ പിന്നിലും ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന നഗ്നസത്യം മനസ്സിലാക്കണം. കാരണം പലരും ഇപ്പോൾ മദ്യത്തിന് അടിമയാണ്, ലഹരിക്ക് അടിമയാണ്. ഇത്തരം അടിമയ്ക്ക് ലഹരിയായ കുട്ടികൾ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരെല്ലാം തന്നെ ഇത്തരം പ്രണയബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഒരു വലിയ കൊടും ചതിയിലേക്ക് അതിൻ്റെ ആത്യന്തികമായി ചെന്നെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടികളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. അതൊരു ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമല്ല, പോലീസിൽ നിക്ഷിപ്തമല്ല. ഒരു പോലീസിനോ ഒരു ഗവൺമെൻറ്റിനോ ശ്രമിച്ചാൽ തീർക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ട് പാരൻസായ ഞങ്ങൾ
മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പുവരുത്തുക എന്നതായിരിക്കണം എല്ലാ പാരൻസും എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ, ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് കേരളത്തിലും അതുപോലെ തന്നെ UAE-യിലും മറ്റു രാജ്യങ്ങളിലും വൻ വിജയം കൈവരിച്ചിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പടം ശരിക്കും ഒരു ബ്രേക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ചിത്രത്തിൻ്റെ ട്രെയിലർ മാത്രമാണ് ഞാൻ കണ്ടത്. ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ സീനും വളരെയധികം സെൻസിറ്റീവും വളരെ ഹാർട്ട് ടച്ചബിളായിട്ടുള്ള രീതിയിലാണ് ആ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിത്തു അഷ്റഫാണ് പടത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം മലയാളി പ്രേക്ഷകർക്ക് ഒരു നല്ല സിനിമയായിരിക്കും. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ലൊരു ചിത്രമായിരിക്കും. അവർ TV 24/7 വാർത്താ അവലോകനവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.